ഹലോ ഗായ്സ്, വെൽക്കം ടു റോസ് സ്റ്റൈൽ ആൻഡ് സെറനിറ്റി. ഞാൻ ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴേക്കും ഒരു വൈകുന്നേരമായി. എന്നാൽ എൻ്റെ കയ്യിൽ ജെൽ പോളിഷോ നെയിൽസോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. സോ എപ്പോഴും പതിവ് ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ വെക്കലാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ജെൽ പോളിഷ് അടിച്ചാലോ എന്ന്. സോ ഞാൻ നേരെ നെയിൽ ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞ കടയിൽ, ഇവിടെ കടവന്ത്രയിൽ അടിപൊളി ഒരു കടയാണ്, അവിടെ ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. സോ ഇന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പൊതുവേ ഞാൻ നെയിൽ എക്സ്റ്റൻഷനാണ് വെക്കാറ്, എന്നാലും ഞാൻ വിചാരിച്ചു ജെൽ പോളിഷ് അടിച്ചാലോ എന്ന്. കുറച്ച് നഖവും വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നെയിൽ ആർട്ടിസ്ട്രിയിലെത്തി. അവിടെ എൻ്റെ നെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. കുട്ടി കുട്ടി നെയിൽസാണ്. എന്തൊക്കെയോ അവിടെ ഇരുന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ നെയിൽസ്, കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഭയങ്കര കുട്ടി നെയിൽസ്. പക്ഷേ എന്നാലും കുറച്ച് നെയിൽസിൽ കുറച്ച് നഖം വളർത്തിട്ടുണ്ട്. ഇത് ഞാൻ കടിച്ച് കളയും. ഇത് വെച്ച കടിച്ച് കളയും. ഞാനെടുത്ത കളർ എന്ന് പറഞ്ഞാൽ പിങ്കാണ് ഗൈസ്. ഞാൻ ഇതിനായിട്ട് ഇടാത്തൊരു കളറാണ് പിങ്ക്. സോ ഞാൻ വിചാരിച്ചു പിങ്ക് ഈ പ്രാവശ്യം എടുത്താലോ എന്ന്. അതും കുറച്ച് ഡാർക്ക് പിങ്കാട്ടോ. ഇത് ഒരു റെഡും ഒക്കെ ഷെയ്ഡ് പോലെ തോന്നും പക്ഷേ ആക്ച്വലി അതൊരു പിങ്ക് ഷെയ്ഡാണ്. അങ്ങനെ UV റേസ് അടിച്ച് അത് ഉണക്കിയെടുക്കുകയാണ്. പെട്ടെന്ന് നെയിൽ പോളിഷ് ഉണങ്ങുന്നത് ഈ UV റേസ് വഴിയാണ്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ കൈയെടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇതാണ് നെയിൽ ആർട്ടിസ്ട്രിയുടെ ഉള്ളിലത്തെ വ്യൂ ആണിത്. അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ ലക്ഷറി ലുക്കാണ് കാണാനൊക്കെ. നമുക്കാണെങ്കിലും അവിടെ പോയി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും, ഒരു ലക്ഷറി ഫീലിംഗ് ആയിരിക്കും. പിന്നെ ആണെങ്കിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസാട്ടോ. അവരോട് ചെയ്തിട്ടുള്ള വർക്കാണ്. ശരിക്കും ഞാൻ ഇമ്പ്രസ്ഡായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ നെയിൽസ്. എക്സ്റ്റൻഷൻ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് എൻ്റെ നെയിൽസ്. എന്ത് രസമാണ് കാണാൻ. ഈവൻ എനിക്ക് എക്സ്റ്റൻഷൻ വെക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ നെയിൽസ് കാണാനാണ്. അത്ര നീളം ഇല്ലെങ്കിൽ ഈ കുട്ടി നെയിൽസിൽ ഈ ജെൽ പോളിഷ് അടിക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ നഖം വളർത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അവിടെ നിന്ന് എൻ്റെ നെയിൽസും നെയിലിൻ്റെ ജെൽ പോളിഷും കാണിച്ച് ഷോ ഓഫും കാണിച്ച് ഞാൻ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല. അത്ര നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അത്ര നല്ല എന്താ പറയുക, ഫോട്ടോ ഫേസ് ഉള്ളൊരു സ്ഥലമാണ് ഈ നെയിൽ ആർട്ടിസ്ട്രി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ഞാൻ അത് നെയിൽസൊക്കെ കഴിഞ്ഞ് ഞാൻ ഓട്ടോയിൽ കയറി, യൂബർ ബുക്ക് ചെയ്ത് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. കടവന്ത്രയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള വഴിയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ കാല്? ലല. ഞാൻ എപ്പോഴും ഏത് ഡ്രസ്സ് ഇട്ടാലും ഷൂസാണ് കൂടുതലിടാറ്. ചെരുപ്പ് ഇടുന്നതിനേക്കാൾ ഏത് ഡ്രസ്സ് ഇട്ടാലും, ഇങ്ങനെ സാരി എടുത്താലും ചുരിദാർ ഇട്ടാലും ഷൂസായിരിക്കും എൻ്റെ കാലിലിരിക്കുന്നത്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തിരിക്കുന്നു ടൈനി ക്ലബ്. ടൈനി ക്ലബ്ബ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടാണ്. ടൈനി ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിലെ ഫേമസ് സ്ഥലം കേട്ടോ. അങ്ങനെ ഓട്ടോച്ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് നിർത്തുകയാണ്. പിന്നെ ഭയങ്കര ഗുണമാണ് സത്യം പറഞ്ഞാൽ. കൊച്ചിയിൽ യൂബർ കിട്ടും. വീടെത്തിയിരിക്കുന്നു. ഇരിക്കുന്നു എൻ്റെ സ്നോയ്ക്കുട്ടൻ. അങ്ങനെ ഞാനത് കഴിഞ്ഞ് നേരെ അനിയത്തിനെയും കൂട്ടി ഞാൻ ലുലു മോളിലേക്ക് ഇറങ്ങി. ഫോറം മോളിലേക്ക് ഇറങ്ങി. ഫോറം മോളിൻ്റെ അടിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ അവിടുന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറി. അത് കുറേ കഴിഞ്ഞ് 7 മണിക്ക് ഇറങ്ങി ഞാൻ
വീണ്ടും അന്നത്തെ ദിവസം തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, പച്ചക്കറി വാങ്ങാനും വേണ്ടി ഇറങ്ങി. ദേ നിൽക്കുന്നു അബിക്കുട്ടി. ഞാൻ എങ്ങനെ പോയാലും ഈ കപ്പയും ചേമ്പും കാച്ചിലും ഇതൊക്കെ തന്നെ ഏത് നേരം ഞാൻ ഭക്ഷണം കഴിക്കാറ്. എല്ലാവരും വിചാരിക്കും ഞാൻ എന്തെങ്കിലും സാൻഡ്വിച്ച്, പിസ്സ, പിന്നെ ഹോട്ട് ഡോഗ് അല്ലെങ്കിൽ ബർഗർ അതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അല്ല ഗൈസ്, ഞാൻ കഴിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. കപ്പ, ചേമ്പ്, കാച്ചിൽ ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള ഭക്ഷണം. പിന്നെ പച്ചക്കറി, എല്ലാ ടൈപ്പ് ഫുഡ് എടുക്കും. പക്ഷെ എന്നാലും കപ്പ, ചേമ്പ്, കാച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണമാണ് സത്യം പറഞ്ഞ ഇതൊക്കെ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ 2 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കപ്പ ഞാൻ നല്ല നോക്കി ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അബിയാണെങ്കിൽ കൈയിട്ട് തോണ്ടി എടുക്കുന്നുണ്ട്. കപ്പയിലെന്താണ്, മണ്ണാണോ? അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോയി തപ്പി നടക്കുകയാണ്. ഞാൻ അല്ലാതെ തന്നെ കുറേ പച്ചക്കറി എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല. കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ തരവും ഫ്രൂട്ട്സും, ഇത് സത്യം പറഞ്ഞാൽ പല തരത്തിലുള്ള ഈന്തപ്പഴമാട്ടെ കാണുന്നത്. ഈ ഡേറ്റ്സ് പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്. വൈറ്റും ഡാർക്കും മീഡിയം ടൈപ്പും എന്തോരം വെറൈറ്റിയാണ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, 1 2 3 4 5 6 7 8 അങ്ങനെ എന്തോരം വെറൈറ്റി ഡേറ്റാണ് സത്യം പറഞ്ഞ. ഡേറ്റ്സാണ് ഈ കാണുന്നതെന്ന് അറിയാമോ? ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും തരം ഡേറ്റ്സ് ഉണ്ടെന്ന് കാണുന്നത്. ഇവിടെ കാണുന്നതൊക്കെ ഡേറ്റ്സാണ്. ഈ കാണുന്നതൊക്കെ എന്തോരം ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ആണെന്ന് അറിയാമോ? ഇമ്പോർട്ടഡ് ഡേറ്റ്സ് ആയിരിക്കും, അതായിരിക്കും. അത് ഈ ലുലുമാളിൻ്റെ ഗുണമാണ് ഇതൊക്കെ. ഇങ്ങനെ മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതുപോലത്തെ ഒരു മാങ്ങ ഞാൻ ആദ്യമായിട്ടാണ് ആപ്പിൾ പോലെ ഇരിക്കുന്നൊരു മാങ്ങ കാണുന്നത്, ഫസ്റ്റ് ടൈം. അടിപൊളിയല്ലേ? നല്ല ഭംഗിയുണ്ട് മാങ്ങ കാണാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ കോവയ്ക്ക എടുത്തു, പയറെടുത്തു. കോവയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കോവയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോവയ്ക്ക, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പൂച്ച ചത്ത് കിടക്കുന്നതാണ് ഈ കാണുന്നത്. വണ്ടി ഇടിച്ചു. എൻ്റെ പാവം പിടിച്ച പൂച്ചയായിരുന്നത്. എല്ലാ ദിവസവും മാവും എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരുന്ന പൂച്ചയാണ്. വണ്ടി ഇടിച്ച അവസാനം പുഴുവല്ല ഉറുമ്പ് കയറി. എല്ലാവർക്കും എൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരിക്കും സ്റ്റേ ട്യൂൺ. ലവ് യു.